ഈ യു.പിയിൽ 2.5 വയസ്സുകാരൻ്റെ മുറിവ് സ്റ്റിച്ച് ഇടുന്നതിന് പകരം 5 കൂടെ ഫെവിക്കൊണ്ട് ഒട്ടിച്ചു ഡോക്ടർ. പരാതി നൽകി കുടുംബം. ബീഹാർ പോലൊക്കെ തന്നെയാണ് യു.പി. ഇതൊക്കെ അത് പ്രതീക്ഷിച്ചാൽ മതി. പകുതി എണ്ണത്തിന് വിദ്യാഭ്യാസം ഇല്ല. ബീഹാറിൽ പകുതി എണ്ണത്തിന് ഏതോ ചുമ്മാ ഗുളിക വാരി കൊണ്ട് എടുക്കുക. ടീച്ചറിൻ്റെ സ്പെല്ലിങ് പോലും അറിയില്ല. ഇവരെ തന്നെ ഈ പാർട്ടീനെ തന്നെ ജയിപ്പിച്ചും വിട്ടു. എന്ത് കിഴങ്ങന്മാരാണോ എന്ന് എനിക്കറിയാം. ഒരു മലയാളി ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മളേത് പാർട്ടി ഏതാന്ന് നോക്കില്ല, നല്ലത് ചെയ്തിട്ടുണ്ടോ അവരെ അംഗീകരിക്കുകയും ചെയ്യും. പാർട്ടി ഭേദമന്യേ ഞാനൊരു പാർട്ടിയുടെ ആളുമില്ല. അപ്പോൾ സാധാരണക്കാരനായിട്ട് നമുക്ക് ഏത് പാർട്ടിയാണോ നല്ലത് ചെയ്തതെന്ന് അവരെ നമ്മൾ ചേർത്ത് പിടിക്കും, അല്ലാത്തവരെ തള്ളിക്കളയും. അതൊക്കെ നോക്കുമ്പോൾ മലയാളികളും നമ്മൾ അഭിമാനിക്കേണ്ട അവസ്ഥയാണ്, അഭിമാനിക്കേണ്ട കാര്യമുണ്ട്. ഇവന്മാരാണെങ്കിൽ പകുതി കണ്ടത് ഇവിടെ ചുമ്മാ ജയിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുക. എന്ത് ദിവസം കാണിച്ചോട്ടെ, എന്നാലും അവൻ്റെ രീതി വോട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഈ യു.പിയിലൊക്കെ വന്നിരുന്ന് ഡോക്ടർ ടീച്ചറൊക്കെ ആയിട്ടിരിക്കുന്നത്. ഏത് പൊട്ടനും മനസ്സിലാവും. അത് മുറിവ് സ്റ്റിച്ചിടേണ്ട പകരം തന്നെ ഒരു ബാൻഡേജ് ഒട്ടിക്കാനുള്ളൊരു ബോധം പോലും ആ ഡോക്ടർക്കില്ല. പരാതി അറിയിക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ട് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച് ചോദിച്ചു. എന്ത് ബോധമുള്ളവനൊക്കെയാണോ ഡോക്ടറല്ല അവർ. ചുമ്മാ ഇതന്നെ ഫെവിക്വിക്ക് ചൊട്ടിച്ചാൽ. മറ്റേ ഒരു പരസ്യം ഉണ്ടല്ലോ ഫെവിക്വിക്കിൻ്റെ, പണ്ടൊരു പരസ്യം കണ്ട, ഇത് മ്യൂസിയത്തിൻ്റെ ഒരു പ്രതിമ പൊട്ടിച്ച് കഴിയുമ്പോൾ കാറിൻ്റെ ചില്ലൊക്കെ പൊട്ടിച്ചു എടുക്ക് 5 രൂപ 5 രൂപ അതുപോലെ ഇവിടുന്ന് ഒട്ടിക്കണ ഇത് കണ്ടില്ലേ, ഒരു പരസ്യമുണ്ട്, പഴയ പരസ്യമുണ്ട്. അതുപോലെയാണെന്ന് പുള്ളിക്കാർ ചിന്തിച്ചു. ആ ഹിന്ദിക്കാരുടെ ആ ബോധമായിരിക്കും അവർക്കുള്ളത്. അതുകൊണ്ടായിരിക്കും കൊച്ചിൻ്റെ മുറിവൊക്കെ പിടിച്ച് ഒട്ടിച്ചു വിടണം. എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വെളിവില്ലാത്ത അവിടുത്തെ ജനങ്ങളുടെ ഗതി എന്ന് പറയാം. അത്രയേ ഇപ്പോൾ പറയാനിവിടെയുള്ളൂ. പരാതി കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് അപ്പം തന്നെ അങ്ങ് വെള്ളത്തിൽ വരച്ച പരിപാടിയാണ്. എന്തെങ്കിലും വലിയ ഇത് കിട്ടുകയാണെങ്കിൽ കുടുംബത്തോട് എവിടേക്കെങ്കിലും മാറി താമസിച്ചു. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവൻ തൊലിഞ്ഞു പോകും.